എന്നോട് നിന്റെ ഡ്രസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നീ തന്നെ നിന്റെ ഡ്രസ് സെലക്ട് ചെയ്താ എങ്ങനെയാ? അതല്ല മോളെ, അത് നീ സൈലന്റ് ആയിരുന്നില്ലേ, അതുകൊണ്ടാ. സൈലന്റ് ഒന്നും ആയിരുന്നില്ല, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. സീതമ്മ തന്നെ നിന്റെ ഡ്രസ് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. Hi Bhargavi madam. Hi Ram. Hi. Hi Lakshmi. What a pleasant surprise. സുഖാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളോ? സുഖായിരിക്കുന്നു. ഇത് ആരാണെന്ന് മനസ്സിലായോ? Of course Mema, how can I forget? ഡോക്ടർ അനന്തലക്ഷ്മി അല്ലേ? ഇന്ന് ഫാമിലി ഒരുമിച്ച് ഷോപ്പിങ്ങിന് വന്നതാ. നമ്മുടെ അപ്പുവിന്റെ കല്യാണം ഫിക്സ് ചെയ്തു, അതിന്റെ ഷോപ്പിങ്ങിനായിട്ട് വന്നതാ. കൺഗ്രാറ്റുലേഷൻസ് റാം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഹൂസ് ദിസ് ക്യൂട്ട് ലിറ്റിൽ ബേബി? ഭാർഗവി മാഡം, നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയാ? അയ്യോ അല്ല. നോ ഇവിടെ വാ മോളെ. ഇവൾ എന്റെ മകളാ, സിഹി. അത് ഞങ്ങളുടെ മരുമകളുടെ മോളത്. അമ്മയും മോളെയും ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാ ലക്ഷ്മി. Wow, wide broad-minded family. Congratulations, Ram. Thank you so much. One second, let me introduce you to my fiancée. ഒരു സെക്കൻഡ് മോളെ. മേമ, ഞാൻ പോയി സീതയെ വിളിച്ചോണ്ട് വരാം. ഫ്രണ്ട്, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. ഓക്കേ. എക്സ്ക്യൂസ് മീ ഗൈസ്. പഴയ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ താല്പര്യമില്ലെന്ന് റാം എത്രയോ വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും അത് വേണ്ട. ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം. പഴയ കാര്യങ്ങളൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല. പക്ഷേ സീമോളെ, സീതമ്മ വാഷ്റൂമിലായിരിക്കും, മോളൊന്ന് വെച്ച് ചെക്ക് ചെയ്യോ? ഓക്കേ ഫ്രണ്ട്. സീതമ്മ, 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 സീതമ്മ. ഫ്രണ്ട്, ഞാൻ അവിടെ പോയി സീതമ്മ സീതമ്മ എന്ന് വിളിച്ചു, പക്ഷെ അവിടെ ഇല്ല സീതമ്മ. ഇല്ലേ? ശരി, വാ, വേറെ എവിടെയെങ്കിലും കാണും, നോക്കാം. റാം, സീത, ഐ എം സോ സോറി ടു ഡിസ്റ്റർബ് യു. എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിട്ടുണ്ട്, നിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ നിന്നെ നോക്കിയിട്ട് കണ്ടില്ല. കുറെ നേരമായിട്ട് അവരവിടെ കാത്തിരിക്കുക. ഇറ്റ്സ് ഓക്കെ, വാ, വി ക്യാൻ ഗോ ഡൗൺ. ഓക്കേ, വാ ഫ്രണ്ട്, പോകാം. നീ വാ സീതമ്മ. All okay? Sure? മേമ, ദേ സീത വന്നു. അയ്യോ,
ലക്ഷ്മി ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഇപ്പോഴേ ഇറങ്ങിയത്. അവർക്ക് എന്തോ ഒരു എമർജൻസി കോള് വന്നു. ബട്ട് ഷീ കൺവേസ് ഹെർ വിഷസ്. ദാറ്റ്സ് വെരി സ്വീറ്റ് ഓഫ് യു മേമ. സീത എന്തു പറ്റി? വല്ലാതെ ടയർഡാന്ന് തോന്നുന്നു. ഓളൊക്കെ വെള്ളം വേണോ? ഒന്നും വേണ്ട. ഷോ സീത, എന്താ നിനക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടോ? ക്ഷീണം തോന്നുന്നുണ്ടോ? ഷോപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റാട്ടോ. ചേച്ചി, ഓർണമെന്റ് ഷോപ്പിംഗ് ഒക്കെ ഇന്ന് തന്നെ നടത്തണം. മറ്റൊരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കാണില്ല. സാധന, ക്ഷീണമുണ്ട് അവൾക്ക്. നമുക്ക് ഷോപ്പിംഗ് വേണമെങ്കിൽ പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കാം. ഇറ്റ്സ് ഓക്കെ. മേമ, നമുക്ക് ഇന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം തീർക്കാം. കുഴപ്പമില്ല. എടാ ആ ഞാനും പ്രിയയും വീട്ടിലോട്ട് പോവാ. എടാ, ഇനിയും ജ്വല്ലറി ഷോപ്പിംഗ് ഒക്കെ ബാക്കിയുണ്ട്. ഇപ്പൊ തന്നെ പോയാൽ എങ്ങനെയാ? അതല്ലടാ, യു ഗൈസ് ക്യാരി ഓൺ. ആറാം ആക്ച്വലി ഞങ്ങൾ ഇന്ന് ഓഫീസിൽ ലീവ് എടുത്തില്ല, വർക്ക് ഫ്രം ഹോമാ. പോയി സെക്കൻഡ് ഹാഫെങ്കിലും ജോയിൻ ചെയ്യട്ടെ. ഓ, എംപ്ലോയി ഓഫ് ദ ഇയറിന് ട്രൈ ചെയ്യണോ നീ? ആക്ച്വലി ഓഫീസ് നിങ്ങളുടെയാ, പക്ഷെ എപ്പോഴും ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും പർച്ചേസ് ഒക്കെ നടക്കട്ടെ. ഓക്കേടാ, ബൈ 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 സീത, ബൈ മേമ, സാധന മേമ, ബൈ 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 സീത, ബൈ ബൈ. ബൈ. ശരി മേമ, നമുക്ക് പോവാം. വരൂ. നീ ഇപ്പൊ ഓക്കെ അല്ലേ സീത? സീത, നിനക്ക് ഇവിടെ ഏതൊക്കെ സെറ്റ് വേണോന്ന് തോന്നുന്നോ അതൊക്കെ സെലക്ട് ചെയ്തോളൂ. മേമ, എൻഗേജ്മെന്റിന് അത്രയൊക്കെ ആഭരണങ്ങൾ തന്നെയല്ലേ, ഇനിയും വാങ്ങണോ നമുക്ക്? സീത, എൻഗേജ്മെന്റിന് തന്നത് വാണിചേച്ചിയുടെ ആഭരണങ്ങളാ. ഇപ്പൊ എടുക്കുന്നത് നിന്റെ കല്യാണ ആഭരണങ്ങള്. നിനക്ക് ഏതാണോ ഇഷ്ടാവുന്നത് അതെല്ലാം നീ സെലക്ട് ചെയ്തോളൂ. വാവ് സീതമ്മ, ഇവിടെ എത്ര അധികം ജ്വല്ലറീസ് ഉള്ളേ. വാവ് സീതമ്മ, ഇവിടെ കുറെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഉണ്ട്. നീ എല്ലാം ഒന്ന് ട്രൈ ചെയ്യേ. മോളെ, ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. സീത, നീ പ്രൈസ് ഒന്നും നോക്കാൻ നിൽക്കണ്ട. നീ ദേശായി കുടുംബത്തിലെ മരുമകളാ. നിനക്ക് ഇഷ്ടമുള്ളത് നീ സെലക്ട് ചെയ്തോളൂ. അതെടുത്തേ. നീ ഇത് നോക്ക്. അപ്പു, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ് ലുക്കിംഗ് അല്ലേ? ഓഫ് കോഴ്സ് മേമ, വെരി ബ്യൂട്ടിഫുൾ. പക്ഷെ റാം, ഇത് വളരെ... സീത, വളരാനും തളരാനും ഒന്നുമില്ല. നീ ഇങ്ങനെ ഒന്നും സെലക്ട് ചെയ്യാതിരുന്നാ നിനക്ക് വേണ്ടി ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യേണ്ടി വരും. അയ്യോ സീതേ, വെറുതെ വാങ്ങിച്ചോ. പാവല്ലേ അവര്, അത്ര സ്നേഹത്തോട് പറയുന്നതല്ലേ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ സ്വർണ്ണം അല്ല ഡ്രസ്സ് തരാൻ വരെ 100 തവണ ആലോചിക്കും. അവരെങ്ങനെ മനസ്സറിഞ്ഞ് തരുന്നതല്ലേ, അങ്ങ് വാങ്ങിക്കേ. ജസ്റ്റ് ട്രൈ ദിസ്. മേമ, സീതമ്മ, ഞാനൊന്ന് സെലക്ട് ചെയ്ത് തരട്ടെ. ഓഫ് കോഴ്സ് സീക്കുട്ട, നീ സെലക്ട് ചെയ്ത് കഴിഞ്ഞാ സീതമ്മ വേണ്ടാന്ന് പറയില്ല. ചെയ്തു. ആന്റി, ആ ഗ്രീൻ കളർ തരുമോ? ലക്ഷ്മിയെ കുറിച്ച് റാമിനോട് പറയണോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇന്നവരെ കണ്ടെന്ന് വെച്ച് വീണ്ടും കണ്ടോളണമെന്നില്ല. പക്ഷെ കാണില്ലെന്ന് അർത്ഥമില്ല. അപ്പൊ എല്ലാം അറിയുന്നതിന് പകരം ഇപ്പൊ തന്നെ എല്ലാം... റാമിന്റെ പാസ്റ്റ് എന്താണെന്നറിയാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല.
ഇനി ഞാനായിട്ട് തന്നെ അത് അങ്ങോട്ട് പോയി പറയണോ? ഇതെന്താ രാമ എനിക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ വരുന്നേ? എനിക്ക് ഈ പരീക്ഷണങ്ങളിൽ നിന്നൊരു മുക്തി താ പ്ലീസ്. എന്തു ഭംഗിയാ! നെക്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം, എടുത്ത് കാണിക്കണം. ഇതിന്റെ റേറ്റ് എത്രയാണോ എന്തോ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതെന്താ തൊട്ട് നോക്കാൻ കഴിയില്ലേ? അയ്യോ, ഡയമണ്ടോ! നല്ല ഭംഗിയുണ്ട്. ഈ കമ്മൽ ഇതിന് മാച്ച് അല്ലല്ലോ. ഓ, ചെറുതായി പോയി. ആ, കൊള്ളാലോ. തൊട്ട് നോക്കാൻ പറ്റിയിരുന്നേ ഒന്നുകൂടെ നന്നായേനെ. ഇത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? മരുമോനെ, ഇഷ്ടമായിട്ട് കാര്യമുണ്ടോ? വാങ്ങാനുള്ള ആവതും കൂടെ വേണ്ടേ? അതാ ഞങ്ങൾക്ക് ഇല്ലാത്ത. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതങ്ങ് വാങ്ങിക്കണം. ഇത്ര വിലയുള്ളതൊക്കെ ഇടാനേ ആദ്യം നല്ലൊരു വീടുണ്ടാവണം. നല്ലൊരു വീട് പോലും ഇല്ലല്ലോ. ഇതെന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ പിന്നെ വാങ്ങിക്കൂ. സത്യമായിട്ടും? ഉം. അയ്യോ, സത്യമാണോ? യാ. എന്നാ പിന്നെ കുറച്ച് വലുത് വാങ്ങിച്ചോട്ടെ. മരുമോനെ, ഇത് കൊള്ളാല്ലേ? ഒരു കമ്മലും വലുതൊന്നും നോയിക്കോട്ടെ. ഇവിടെ ഇങ്ങനെ തൂങ്ങുന്നത്. അപ്പോ നീ ഇവിടെ എന്ത് ചെയ്യുന്നേ? അവിടെ സീത ജ്വല്ലറി എടുത്ത് സെലക്ട് ചെയ്യാതെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക. നീ അവളെ പോയി ഹെൽപ്പ് ചെയ്തേ. ഷുവർ മേമ. ഓഹോ, എന്താ സുലോചന മാഡം, വലിയ സ്ക്രീൻ നോക്കി വലിയ ജ്വല്ലറി സെലക്ട് ചെയ്യാണോ? ആന്നേ, നല്ല ഭംഗിയുണ്ടല്ലേ? കണ്ടോ എന്ത് ഭംഗിയാ നോക്ക്. ഓ അതെ, വലിയ മാലയാണല്ലോ. എത്ര വേണേലും കണ്ണ് നിറയെ നോക്കിക്കൊണ്ടിരുന്നു. ഇനി ഇങ്ങനെ ഒരു ഷോപ്പിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവുമോ എന്തോ. പോര് തുടങ്ങിയല്ലോ. വർത്താനം കേട്ടില്ലേ? ഇപ്പോഴേ ഇങ്ങനെ. എന്റെ സീതയുടെ കല്യാണം കഴിഞ്ഞാൽ എന്താവോ എന്തോ. സീത, നീ ഇങ്ങനെ എല്ലാത്തിനും ഹെസിറ്റേറ്റ് ചെയ്താൽ എങ്ങനെ? ദാ നോക്ക്, കരിമണി മാല നീ തന്നെ വേണം സെലക്ട് ചെയ്യാൻ. കാരണം ഇത് നിനക്കുള്ളതാ. അപ്പു, നീ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോവരുത്. സീതി ഒന്ന് ഹെൽപ്പ് ചെയ്യ്. സാധന, നമുക്ക് അങ്ങോട്ട് പോയി റാമിനുള്ള ചെയിനും ബ്രേസ്ലെറ്റും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യും. എന്റെ ഫ്രണ്ടിനുള്ള ചെയിൻ സെലക്ട് ചെയ്യാൻ പോവാണോ? ഞാനും വരട്ടെ? ശരി, വാ സെലക്ട് ചെയ്യാം. ഏതാ ഇഷ്ടായത്? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിടി കിട്ടുന്നില്ലേ? ശരി, എങ്കിൽ വിട്ടേക്ക്, ഞാനൊന്ന് നോക്കട്ടെ. എൻഗേജ്മെന്റ് മുതല് നിനക്കൊരു യൂണീക്കായ ഡിസൈൻ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ രാമൻ ചുറ്റിക്കറങ്ങിയത് ഈ ഭീമ ജ്വല്ലേഴ്സിൽ വന്നിരിക്കുകയാണ്. നിനക്ക് ആവശ്യമുള്ളതുപോലെ വെറൈറ്റി ആൻഡ് യൂണീക്ക് എവറി കളക്ഷൻസ് ഈസ് അവൈലബിൾ ഹിയർ. സോ നിനക്ക് സ്യൂട്ട് ആവുന്നത് പോലെ ഇതെങ്ങനെയുണ്ട് സീത? എങ്ങനെയുണ്ട്? ഹായ് ഭാർഗവി മാഡം. ഹായ് റാം. ഹായ് ലക്ഷ്മി. ഇത് ആരാണെന്ന് മനസ്സിലായോ? ഓഫ് കോഴ്സ് മേമ, ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ്? ഡോക്ടർ അനന്തലക്ഷ്മി അല്ലേ? യു ലൈക്ക് ഇറ്റ്? ഇതെന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? പ്ലീസ് എന്നെ വിട്ടു പോകരുതേ. ഞാൻ എങ്ങനെയാ നിന്നെ വിട്ടു പോകുന്ന സീത? ഞാനെങ്ങാനും നിന്നെ കൈവിട്ട് കഴിഞ്ഞാൽ എന്നെ തന്നെ ഞാൻ കൈവിടുന്ന പോലെ. ഐ നെവർ ലീവ് യു സീത. ഐ പ്രോമിസ്. റിലാക്സ്. എന്തിനാ ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നേ? താലി കണ്ട് ഇമോഷണൽ ആയതാ?
അപ്പു, സീത, എന്തു പറ്റി? എന്താ വല്ലാത്ത പോലെ? ഈസ് എവറിഥിങ് ഓൾ റൈറ്റ്? ഓൾ ഓക്കെ മേമ, നത്തിങ് ടു വറി. സീത കുറച്ച് ടയർഡാന്ന് തോന്നുന്നു. എന്ത് പറ്റി സീതമ്മ നിനക്ക്? എനിവേ മേമ, നിങ്ങൾ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തോ? സീത, ഒരു 10 മിനിറ്റ്സ് എല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്. വാ സാധന. ആഡംബരം നിനക്ക് പറ്റില്ല അല്ലേ? കല്യാണം കഴിഞ്ഞാ ഇതേ ആഡംബരങ്ങളുടെ നടുവിൽ കിടന്ന് നീ പൊളയും. ആ ഗ്യാരണ്ടി ഞാൻ നിനക്ക് തരുന്നു സീത. താങ്ക് യു. എന്താ കുടിക്കേ? ഞാൻ കുടിച്ചോളാം. എന്താ ഞാൻ തന്നെ കുടിക്കില്ലേ? കുടിക്കേ. നീ സീതമ്മയ്ക്ക് ഓൾറെഡി താലി കെട്ടി കൊടുത്തോ? എന്താ ഇതൊക്കെ? നിന്റെ സീതമ്മേ, ഞാൻ എപ്പോഴേ എന്റെ മനസ്സിൽ താലി കെട്ടിയതാ. ഇനി നാളെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് താലി കിട്ടും. ദിസ് വൺ ഈസ് ഫൈനൽ റൈറ്റ്? ഓക്കെ, ഇത് പാക്ക് ചെയ്തോളൂ. ഹാപ്പി? ഹാപ്പി. എനിക്കാണെങ്കിൽ ഇനി ഇത് സഹിക്കാൻ വയ്യ. ഫ്രണ്ട്, എനിക്ക് അർജന്റായിട്ട് സൂസു വയ്ക്കണം. എനിക്ക് ഹഗ്ഗും ചെയ്യാൻ പറ്റില്ല, ബായും പറയാൻ പറ്റില്ല. ബൈ ബൈ ബൈ. ഓക്കെ ഓക്കെ, സൂക്ഷിച്ച് സീമോളെ. ബൈ സീമോളെ. പക്ഷേ ഞാൻ നിന്നോട് ബൈ പറഞ്ഞിട്ടേ പോവൂ. അത് കുറച്ച് ലേറ്റ് ആയിട്ട് പറഞ്ഞാ പോരെ? എനിക്ക് പോയിട്ട് ഒരു തിരക്കുമില്ല. ഇവിടെ ഇരുന്ന് സമാധാനത്തിൽ കുറച്ചു നേരം സംസാരിച്ചിട്ട് പോ. എനിക്ക് വീട്ടിൽ കുറേ ജോലിയുണ്ട്. ബൈറാം. അത്രയുള്ളോ? വേറെന്താ? ബൈറാം. താങ്ക് യു സീത. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ഹഗ് മിസ്സാവുന്ന ഞാൻ വിചാരിച്ചേ. എന്താ? ഐ മീൻ ദി സ്വീറ്റ് ഹഗ്. ഓർമ്മയുണ്ടോ നിനക്ക്? മോസ്റ്റ്ലി ഓഫീസിന്റെ അടുത്ത് വെച്ചാന്ന് തോന്നുന്നു. നമ്മൾ രണ്ടുപേരും നമ്മുടെ ഈ സ്നേഹം പറഞ്ഞതിന് ശേഷം, സിഹിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, നീ ഇതേപോലെ കാറിന്റെ സീറ്റിൽ നിന്ന് എന്തോ ബോട്ടിൽ എന്തോ എടുക്കാൻ വേണ്ടി തിരിഞ്ഞു. അപ്പൊ നീ എന്നെ ഹഗ് ചെയ്യാൻ വന്നാന്ന് ഞാനും അങ്ങ് തെറ്റിദ്ധരിച്ചു. ഓർമ്മയുണ്ട് എനിക്ക്. അന്ന് ഞാൻ വിചാരിച്ചു ശരിക്കും പാവമാണെന്ന്. ഈ പെണ്ണുങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. നോട്ടീസ് ചെയ്താലും ഒന്നും അറിയാത്ത പോലെ തന്നെയായിരിക്കും എപ്പോഴും. ഇപ്പൊ ഹഗ് ചെയ്തില്ലേ, പഴയതൊക്കെ തീർന്നു. ഓക്കെ ഓക്കെ, അത് കൊള്ളാം. റാം, എന്ത് സംഭവിച്ചാലും നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ? സീത, നീ എന്തിനാ ഇത്രയൊക്കെ പേടിക്കുന്നേ? നോ മാറ്റർ വാട്ട്സ് ദ സിറ്റുവേഷൻ ഈസ്, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഐ വിൽ നെവർ ലീവ് യു സീത. ഓക്കെ റാം, ബൈ. എനിക്കിത് വേണം സീത. എന്ത്? അത് നിന്റെ അടുത്താ ഉള്ളത്. ഓ, വളയാണോ? എന്ത് കഷ്ടം ഇതെന്റെ ഭഗവാനെ. ഞാൻ നിനക്ക് നേരത്തെ തന്നത് സീത. ഓക്കെ, ബൈ റാം. ബൈ. ഇങ്ങനത്തെ സാരിയൊന്നും ഇപ്പൊ കിട്ടാനില്ലേ നീ? അതെ അതെ, ഇത് കൊള്ളാം. അയ്യോ, ചെറിയ ചെറിയ കടകളിലൊന്നും ഇതൊന്നും കിട്ടില്ല. വലിയ ഏതെങ്കിലും കടയിലാവും പോയത്. അവിടെ എല്ലാം ഉണ്ടാവുമെന്നേ. നല്ല കോസ്റ്റ്ലി ആണെന്ന് തോന്നല്ലോ സുലോചന. അയ്യോ, അത് പിന്നെ പറയണോ? ഓരോന്നിനും ഓരോ ലക്ഷമാ. എത്രയാ? ഓരോന്നിനും ഓരോ ലക്ഷം. അവരുടെ അന്തസ്സിന് ചേരുന്ന പോലെ വേണ്ട ഇതൊക്കെ വാങ്ങാൻ.
അയ്യോ എന്തായാലും ഞാൻ പോയത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ കരുതിയത് ഇത് എല്ലാത്തിനും കൂടെ 1 ലക്ഷം രൂപയാന്നാ. നോക്കുമ്പോ ഓരോ സാരിക്ക് ഓരോ ലക്ഷം രൂപയാ. ഓ, ഒരു സാരിക്ക് 1 ലക്ഷം രൂപയോ? നമുക്ക് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉടുക്കാൻ പറ്റില്ല. ഞാൻ പോയത് കൊണ്ടാ ഇത്രയൊക്കെ കൊണ്ടുവന്നേ. ആ സീതയെ കാണിച്ചാ എനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് ഏത് വേണോ അത് എടുത്തോന്നൊക്കെ മുഖം താഴ്ത്തി വെച്ച് പറയുമായിരുന്നു. പാവം അവരാണെങ്കിലോ നിങ്ങൾക്ക് ഷോപ്പിൽ എന്ത് വേണേലും വാങ്ങിച്ചോന്ന്. അവരുടെ അന്തസ്സിന് ചേരുന്ന പോലെ നമ്മൾ വേണ്ടേ വാങ്ങാൻ. നമ്മുടെ സീത അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. അവൾക്ക് ഈ ആഡംബരമൊന്നും അത്ര ഇഷ്ടമല്ല. എല്ലാം ലളിതമായിട്ടിരിക്കണം. അതെ, സീത എപ്പോഴും വളരെ സിമ്പിളാ. പക്ഷെ അവിടുത്തെ അമ്മയെ കണ്ടോ, എത്ര നന്നായിട്ടാ ഒരുങ്ങുന്നേ. സീത ആ വീട്ടിലേക്ക് പോകുമ്പോ അവളും മാറണ്ടേ? അതെ, പതുക്കെ സീത ഇതൊക്കെ ശീലാക്കിക്കോളും. അല്ല, പെണ്ണുങ്ങൾക്കൊക്കെ ഡ്രസ് വാങ്ങി, അപ്പൊ ആണുങ്ങൾക്കൊക്കെ എന്താ വാങ്ങിയേ? അയ്യോ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയില്ല. മരുമോൻ എന്താ വാങ്ങിയെന്ന് ഞാൻ കണ്ടില്ല. സിഹി, നിന്റെ അമ്മ എവിടെ? വന്നപ്പോഴേ നല്ല ക്ഷീണമായിരുന്നു, തലവേദനയാന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയ തലവേദനയാ. ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്താ എല്ലാം ഭേദാവും. ഈ സിഹിമോക്ക് ഇവിടം വിട്ട് പോകുന്നതിന്റെ ടെൻഷനല്ലേ? അവൾക്കും അതുപോലെ ആയിരിക്കും. അതല്ല, ഞാൻ പോയി സീതമ്മയുടെ തല മസാജ് ചെയ്ത് കൊടുക്കട്ടെ. തലവേദനയൊക്കെ മാറിക്കോളും. ഇവളാണോ അമ്മ അവളാണോ അമ്മ എന്നാ സംശയം തോന്നുന്നു. റാമിനെ പോലെ സ്പെഷ്യൽ ആയിട്ട് ഒരാളെ എനിക്ക് ലൈഫ് പാർട്ണറായി കിട്ടിയത് എന്റെ പുണ്യമാണ് ഭഗവാനെ. അവര് വേണ്ടാന്ന് പറഞ്ഞ കാര്യം ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞോളാം. ഇനി ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേയില്ല. കാര്യം ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞോളാം.